നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നവരും അല്ലെങ്കിൽ മോണിറ്റൈസ് ആയവരും ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ക്യാപ്ഷൻസ് അതിൻ്റെ മുകളിൽ ഇപ്പം നമ്മളിടുന്ന വീഡിയോയ്ക്ക് മുകളിൽ അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ നമ്മളിടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ ചിലപ്പോൾ ചിലർ സിമ്പിൾസും സ്പേസും ഒക്കെ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തതിൻ്റെ ഉണ്ടായ ഒരു അബദ്ധമാണ് എനിക്ക് അങ്ങനെ എൻ്റെ ഒരു വീഡിയോ ഡിലീറ്റ് ആവാൻ പോയി കാരണം. അതായത് അത് വലിയ അഗ്രസീവായിട്ടുള്ളൊരു വീഡിയോ ഒന്നും ആയിരുന്നില്ല, പക്ഷേങ്കിൽ ഞാൻ ഇട്ടിരുന്ന ആ ക്യാപ്ഷൻ, അതിനിട്ടിരുന്ന ആ ഒരു വിശദീകരണം കുറച്ച് അഗ്രസീവായി പോയി എന്നതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഫേസ്ബുക്ക് ഡിലീറ്റ് ആക്കിയത്. സത്യത്തിൽ ആ വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ അത് തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്ത് കണ്ടപ്പോൾ അതിനകത്ത് അത്ര അഗ്രസീവായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ ഞാൻ ഇട്ടത്, ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ക്യാപ്ഷൻ ഇടുമ്പം കുറച്ച് എന്നെക്കൊണ്ട് പറ്റും വിധം ആൾക്കാരത് കാണണം എന്ന രീതിയിലുള്ള ക്യാപ്ഷൻസാണ് ഞാൻ ഇടാറ്. അപ്പോൾ അത് കണ്ടിട്ട് ചിലർ വന്നെ ചീത്ത വിളിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അവരെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പം ആ രീതിയിലുള്ളൊരു ക്യാപ്ഷനാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ ഇട്ട ക്യാപ്ഷൻ ഇതായിരുന്നു: പണ്ട് മുരാരി എന്ന് പറയുന്ന ഒരു സ്വാമിയോ മന്ത്രവാദിയോ അതിൻ്റെ അടുത്ത് ഒരു കൊച്ചിനെയും കൊണ്ട് ഈ പറഞ്ഞ പോലെ ബാധ ഒഴിപ്പിക്കാൻ ഒരു അമ്മയെന്ന് അതിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വാർത്ത ഞാൻ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ ആദ്യം ആ തള്ളക്കിട്ട് 2 കൊടുക്കണം, എന്നിട്ടാണ് ബാക്കി എന്നാണ് ഞാൻ അതിനകത്തിട്ട ആ വീഡിയോയ്ക്ക് ഇട്ട ക്യാപ്ഷൻ. ആ തള്ളക്കിട്ട് 2 കൊടുക്കണം എന്ന് പറയുന്നത് അടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണല്ലോ. അപ്പോൾ അതാണ് അതിനകത്ത് അഗ്രസീവായിട്ട് ഈ പറഞ്ഞ പോലെ വയലൻസ് ആയിട്ടും ഒക്കെ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിന് തോന്നിയത് കൊണ്ട് അവരത് ഡിലീറ്റ് ആക്കി. എനിക്കതിൻ്റെ ക്യാപ്ഷൻസ് വേണമെങ്കിൽ മാറ്റാമായിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. കാരണം അതിന് മുമ്പേ അവർ ഡിലീറ്റ് ആക്കി കളയുകയാണ് ചെയ്തത്. ആ ക്യാപ്ഷൻ മാറ്റിയാൽ മതിയായിരുന്നു. ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ അത് വലിയ അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ വയലൻസ് പറയുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നിയത് കൊണ്ടാവും അത് ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള അഗ്രസീവായിട്ടുള്ള, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, എനിക്കറിയാമില്ലായിരുന്നു. അറിയാവുന്നവരാണ് ഈ പറഞ്ഞ പോലെ ഇപ്പം കൊല്ലുക എന്നൊക്കെ എഴുതുമ്പോൾ എന്നതിന് പകരം കോ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്പേസോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാറോ സിമ്പിൾസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ലുക അങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇനി ചീത്ത വെള്ളം വിളിച്ചതാണോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ഇടുന്നത്. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. ഇതൊരു അഗ്രസീവായിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല, ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഫേസ്ബുക്കിന് തോന്നി ഞാൻ വളരെ എന്തോ അഗ്രസീവായിട്ടുള്ള വയലൻസ് സ്പ്രെഡ് ചെയ്യുന്ന എന്തോ ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നതെന്ന് തോന്നിയതുകൊണ്ട് അവരത് മാന്യമായിട്ട് അവർ തന്നെ ഡിലീറ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. എനിക്കത് വിഷമമൊന്നുമില്ല, അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ ഭാഗത്തുണ്ടായ തെറ്റാണല്ലോ. അപ്പം നിങ്ങൾ മോണിറ്റൈസ് ആയവരും അല്ലെങ്കിൽ ഈ CM ഓണായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുമൊക്കെ ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഓരോരുത്തർ ഡിസ്ക്രിപ്ഷൻസ് ഇതിലൊക്കെ എക്സ്പേർട്ടായ ആൾക്കാരുണ്ട്, അവരൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ CM ഓണായി കാശൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് ചെറിയ രീതിയിലൊക്കെ കാശൊക്കെ കിട്ടാൻ തുടങ്ങി. വലിയ എമൗണ്ടൊന്നും അല്ല, അത് ചെറുതായിട്ട്. കാരണം എല്ലാ വീഡിയോസും ഒന്നും നമ്മുടെ അത്ര റീച്ചൊന്നും ആവത്തില്ല. പക്ഷേ എൻ്റെ 1-2 വീഡിയോസ് നല്ലപോലെ റീച്ച് ആകുകയും ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുകയും ചീത്ത വിളിയാണെങ്കിലും ചീത്ത വരുന്നതിനും ഒക്കെ സുക്രനെ നമുക്ക് കാശുണ്ടെന്ന്. അത് ചീത്ത വിളിക്കുന്നവർക്ക് അതൊന്നും അറിയില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര വേണേൽ പറഞ്ഞോട്ടെ, കുറച്ച് എരിവ് ഏറ്റി കൊടുത്തു, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ അതിനകത്ത് നമ്മുടെ ആ വീഡിയോയിൽ എൻഗേജ്ഡ് ആകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എത്ര നേരം പണിയെടുക്കുന്നത് സുക്രനെ നോക്കും. അത് നോക്കിയിട്ടാണ് അദ്ദേഹം നമുക്ക് കാശ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഓടിപ്പോയിട്ട് കാര്യമില്ല. അതിനകത്ത് ഒരു മെസ്സേജ് വന്നാലോ അല്ല എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നാലും നമ്മൾ അതിന് റിയാക്ഷനൊക്കെ കൊടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പൈസയൊക്കെ തരുള്ളൂ. അപ്പോൾ വലിയ എമൗണ്ടൊന്നും അല്ല എനിക്ക് കിട്ടിയത്, ചെറിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഞാൻ ഈ വായിട്ട് അലയ്ക്കുന്നതിന് അത് അദ്ദേഹം ഈ പറഞ്ഞ ഫേസ്ബുക്ക് ശ്രദ്ധിക്കുന്നു, അതിന് നമുക്കൊരു ഇനാം തരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പൈസ ആ സമയമുണ്ടെങ്കിൽ എനിക്ക് അതിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വാർത്താ വായനക്കാരി ആവണം എന്നൊക്കെ ആഗ്രഹിച്ച ആളാണ് ചെറുപ്പത്തിലെ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പത്രം വായിക്കണം, എങ്കിലേ ഇതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും, പെട്ടെന്ന് വായിക്കാൻ പറ്റും. അന്ന് കുറേ നാൾ ഞാൻ കുത്തിയിരുന്ന് പത്രം വായനയൊക്കെ ആയിരുന്നു ഉറക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കും ഞാനിതൊന്നും എഡിറ്റ് ചെയ്യാതെ, ഞാൻ ഓൺ വോയിസിൽ അല്ലെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പറയുന്ന കാര്യങ്ങളാണ്. ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യാതില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അവസാനം കട്ട് ചെയ്യുന്ന പോലും അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അതെൻ്റെ ഒരു ഗുണമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പം നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഓണായിട്ടിരിക്കും, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നന്നായിട്ട് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുക. ഒരു വീഡിയോ അല്ല, എത്ര വീഡിയോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ഒരു ചേച്ചി പറഞ്ഞു കേട്ടു, ഒരു വീഡിയോ കഴിഞ്ഞിട്ട് സമയം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ പോലെ യൂട്യൂബിനാണെങ്കിലും ഷോർട്സ് 3 എണ്ണമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളത് പോസിറ്റീവായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറഞ്ഞെന്നുള്ളത്, അറിയാവുന്നവർ വന്ന് എന്നെ ചീത്ത വിളിച്ചോ കേട്ടോ, എനിക്കറിയാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പം അറിയാൻ മേലാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോയാണിത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ.